സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ഗാസയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചു എന്നുള്ളതാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ പ്രതിനിധീകരിച്ചത് ഖത്തറും ഈജിപ്തുമാണ്. ഹമാസിന് ഒഫീഷ്യലായി ചർച്ചകളിൽ പങ്കെടുക്കാനാവില്ല, കാരണം അതൊരു ഭീകര സംഘടനയാണ്. ഹമാസിന് പൊറ്റി വളർത്തിയ ഖത്തർ തന്നെയാണ് ഈ പീസ് ടോക്ക് ബ്രോക്ക് ചെയ്തിട്ടുള്ളത്. പീസ് ടോക്കിൻ്റെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ ഈ വരുന്ന ഞായറാഴ്ച മുതൽ 42 ദിവസത്തേക്ക് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ആ പീരിയഡിൽ ഇസ്രായേലിൽ നിന്നും ഹമാസ് ഭീകരർ പിടികൂടിക്കൊണ്ടുപോയ ഹോസ്റ്റേജസിൽ ബാക്കിയുള്ള ഏകദേശം 100 ആളുകൾ, 97 പേരാണ് കൃത്യം നമ്പറായി പറയുന്നത്, എന്നാലും 100 ആളുകളിൽ നിന്ന് 30 പേരെ തിരിച്ചയക്കും. അതിന് പകരമായി ഏകദേശം 100ഓളം പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിലുകളിൽ നിന്നും റിലീസ് ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ ധാരണയായി പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇസ്രായേൽ അവരുടെ യുദ്ധകാല ക്യാബിനറ്റ് കൂടി ഇതിന് അംഗീകാരം കൊടുക്കേണ്ടതുണ്ട്. ഇന്നലെ ഇസ്രായേൽ അതിന് അംഗീകാരം കൊടുക്കാൻ തയ്യാറായില്ല. അതിന് കാരണമായി പറയുന്നത് പാലസ്തീനികൾ തിരികെ ആവശ്യപ്പെട്ട ബന്ദികളുടെ കൂട്ടത്തിൽ ഹാർഡ് കോർ ക്രിമിനലായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു സൈനികനെ പിടിച്ച ഹോസ്റ്റേജാക്കി വെച്ച് അയാളെ ഫ്രീ ആക്കാൻ വേണ്ടി ഏകദേശം 1000ഓളം പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയുണ്ടായി. ആ വിട്ടയച്ച തടവുകാരുടെ കൂട്ടത്തിലാണ് ഈ യാഹിയ സിൻവർ എന്ന് പറയുന്ന കൊടും ഭീകരൻ ഉണ്ടായിരുന്നത്. അത്തരമൊരു അബദ്ധം ഇനിയും വരരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഇസ്രായേൽ ഇപ്രാവശ്യം റിലീസ് ചെയ്യുന്ന പാലസ്തീനി തടവുകാരെ അങ്ങേയറ്റം ഫിൽട്ടർ ചെയ്തിട്ടാണ് വിടുന്നത്. ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആരെയും വിട്ടയക്കുകയില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. നേരെ മറിച്ച് ഖത്തർ കൊടുത്ത ലിസ്റ്റിനകത്ത്, അത് ഹമാസ് പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റാണ്, ആ ലിസ്റ്റിനകത്തുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഹാർഡ് കോർ ക്രിമിനൽസ് ആയിട്ടുള്ള വധശിക്ഷ അടക്കം വിധിക്കപ്പെട്ടിട്ടുള്ള പാലസ്തീൻ കുറ്റവാളികളുണ്ട് എന്നുള്ളതാണ് ഈ ഇസ്രായേൽ യുദ്ധകാല ക്യാബിനറ്റ് കൂടുന്നതിന് തടസ്സമായി നിൽക്കുന്നതായി പറയപ്പെടുന്നത്. എങ്കിലും ഇപ്പോൾ വളരെ ലേറ്റായി വരുന്നുണ്ട്. അസോസിയേറ്റഡ് പ്രസ് ഏകദേശം 1 മണിക്കൂർ മുൻപ് റിലീസ് ചെയ്ത് 8 മണിയോടെ റിലീസ് ചെയ്ത ന്യൂസിനകത്ത് നെതന്യാഹു പറഞ്ഞതായി പറയുന്നത് ഇസ്രായേലി ഹോസ്റ്റേജസിൻ്റെ റിലീസിനുള്ള കരാർ ഒരുങ്ങി എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് യുദ്ധകാല ക്യാബിനറ്റ് കൂടുകയും ഈ സമാധാന കരാറിന് അന്തിമ രൂപം നൽകുകയും ചെയ്യും. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജിൻ്റെ കാര്യമാണ് പറയുന്നത്. അന്തിമ രൂപം നൽകുകയും ചെയ്യുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ മനസ്സിലായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് സമാധാന കരാർ എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. കാരണം അവരുടെ ആളുകൾ, 100ഓളം ആളുകൾ ഇനിയും ഇവരുടെ കയ്യിലുണ്ട്. ഒരാളുണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരാൾ മറ്റവരുടെ തടവിൽ കിടക്കുക എന്ന് പറയുന്നത് അത്രത്തോളം അസഹനീയമായൊരു സംഗതിയാണ്. അതിന് റിലീസിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ ഇസ്രായേൽ തയ്യാറാവുകയും ചെയ്യും. ഇവിടെ ഒരു ത്യാഗത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് അവിടെ ഗാസയിൽ വേണ്ടി മിലിറ്ററി പരമായിട്ടൊന്നും ചെയ്യാനില്ല. കുറേ ബോംബ് വാരിയിടാന്നല്ലാതെ ഹമാസിൻ്റെ പ്രവർത്തകരെ ഭൂരിഭാഗം നശിപ്പിച്ചു കഴിഞ്ഞു. അവർക്കവിടെ നേടാനുള്ളതൊക്കെ നേടി. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവിടെ വെടിനിർത്തൽ നിർത്തി എത്രയും വേഗം ആ ഹോസ്റ്റേജിനെസ് റിലീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ സ്വാഭാവികമായും ലോകത്തിൻ്റെ മുൻപിൽ മുഴുവനൊരു ചോദ്യമുണ്ട്. ആളുകളെ പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ? ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കള്ളൻ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ കുഞ്ഞിനെ പിടിച്ചു വെച്ചിട്ട് എനിക്ക് ഇത്ര തരണം എന്ന് പറയുക. അപ്പോൾ അവൻ ചോദിക്കുന്നത് കൊടുത്തിട്ട് ആ കുഞ്ഞിനെ റിലീസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ അതൊരു വാർഫെയർ അല്ല, അതിനൊരു യുദ്ധം എന്ന് വിളിക്കാൻ പറ്റില്ല. അതൊരു ഭീകരപ്രവർത്തനമാണ്. അപ്പോൾ ഒരു ഭീകരപ്രവർത്തനത്തിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ മനപ്രയാസം. അതുകൊണ്ടാണ് ഈ ചർച്ച ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ആളുകളെ റിലീസ് ചെയ്യേണ്ടതുകൊണ്ട് ഈ ഒന്നാം ഘട്ട ഈ ട്രൂസ് നിലവിൽ വരും എന്നാണ് പറയുന്നത്. ഈ ഒന്നാം ഘട്ട ട്രൂസ് നിലവിൽ വരികയാണെങ്കിൽ ഇത് ബ്രോക്ക് ചെയ്തിട്ടുള്ളത് US ആണെന്ന് നമുക്കറിയാം. US പ്രധാനമായിട്ടും ട്രംപിൻ്റെ ഒരു ഏജൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആൻ്റണി ബ്ലിങ്കൻ എന്നാണ്. സ്റ്റീവ് വിക്കോഫ് എന്നാണ്. ആൻ്റണി ബ്ലിങ്കൻ ഇപ്പോഴത്തെ US നിലവിലെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. 4 ദിവസങ്ങളുണ്ട്. ജനുവരി 20 ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വരും. അതിന് മുൻപ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പോകുന്നതിന് മുൻപ് ഒരു കരാർ എന്നുള്ളതാണ് ബൈഡൻ്റെ താല്പര്യം. പക്ഷേ ബൈഡൻ്റെ താല്പര്യം എന്നതിനേക്കാളേറെ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര മീഡിയയിൽ നമുക്ക് മനസ്സിലാകുന്നത് ട്രംപിൻ്റെ താല്പര്യമാണ്. കാരണം ഈ റിലീസ് ചെയ്യപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ US പൗരന്മാരുണ്ട്.
അപ്പോൾ ട്രംപ് അധികാരമേൽക്കുന്ന സമയത്ത് ഒരു US പൗരൻ പോലും ഈ ഭീകരന്മാരുടെ പിടിയിൽ ഉണ്ടാവരുത് എന്നുള്ള ട്രംപിൻ്റെ താല്പര്യമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ട്രംപ് എപ്പോഴും ഇവരെ പിന്നെ നിങ്ങൾ നരകവാക്കും, നശിപ്പിക്കും, ചുടും എന്നൊക്കെ പറയുന്നത് ഈ US പൗരന്മാരുടെ ഫ്ലൈറ്റ് ഓർത്തിട്ടാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഓരോ പൗരനും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ട്രംപിനെ സംബന്ധിച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈഡൻ അത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരിഗണിച്ചിരുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. ട്രംപിനെ സംബന്ധിച്ച് അവരുടെ ഒരു പൗരൻ ഇത്തരം ഒരു കള്ളന്മാരുടെ കയ്യിൽ, ഭീകരന്മാരുടെ കയ്യിൽ പെട്ട് കിടക്കുക എന്നുള്ളത് അയാൾക്ക് ഇൻടോളറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ അധികാരത്തിൽ വരുമ്പോൾ US പൗരന്മാർ ഒരിടത്തും തടവിലുണ്ടാവരുത് എന്നുള്ള ഒരു താല്പര്യമാണ് ഇതിൻ്റെ പുറകിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്ന് വിചാരിക്കണം. US അവിടെ ഈ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള മേഖലയാണിത്. ഇദ്ദേഹം വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പാർട്ട്ണറാണ് ഈ സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്നയാൾ. അപ്പം സ്റ്റീവ് വിറ്റ്കോഫ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. ഇവർക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെയും സൗദിയിലെയും ഖത്തറിലെയും ഒക്കെ രാജകുടുംബങ്ങളുമായി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇവർക്ക് പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗൾഫ് റീജിയനുള്ള മുഴുവൻ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും നിയന്ത്രിക്കുന്ന വലിയൊരു ലോബിയുടെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന് തലപ്പത്തിരിക്കുന്ന ആളാണ് ഈ ട്രംപ് ഫാമിലി. ആ ട്രംപ് ഫാമിലിയുടെ ബിസിനസ് പാർട്ട്ണറാണ് സ്റ്റീവ് വിറ്റ്കോഫ്. അയാളാണ് ഇത് ബ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ട്രംപ് മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു പീസ് ടോക്കായി തന്നെ ആയിട്ട് വേണം ഇതിനെ കരുതാൻ. അപ്പോൾ ഇത് പിന്നെ നടപ്പിലാവുമ്പോൾ ഇത് എത്രത്തോളം ഇത് പ്രാവർത്തികമാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഈ റിലീസ് ചെയ്യപ്പെടാൻ പോകുന്ന ഹോസ്റ്റേജസിനകത്ത് ഇസ്രായേലിൻ്റെ ഫീമെയിൽ പട്ടാളക്കാരടക്കമുണ്ട്. അവരന്ന് പിടിച്ചുകൊണ്ട് പോയതിനകത്തുള്ള ഫീമെയിൽ പട്ടാളക്കാരടക്കമുണ്ട്. ഇവർ ഈ ഹമാസിൻ്റെ സ്വഭാവം നമുക്കറിയാം. അപ്പോൾ ഇവർ ഈ പട്ടാളക്കാരോടക്കമുള്ള ആളുകളോട് ഏത് തരത്തിൽ പെരുമാറി എന്നുള്ളത് ഇതിൻ്റെ അടുത്ത സ്റ്റേജിനെ വളരെ ഗൗരവതരമായി ബാധിക്കുന്ന വിഷയമാണ്. കാരണം 30 ജീവനുള്ള ആളുകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് പറയാൻ പല കഥയുണ്ടാവും. അപ്പോൾ അത്തരം കഥകൾ നിശ്ചയമായും ഇതിൻ്റെ അടുത്ത സ്റ്റേജിനെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിനെ സംബന്ധിച്ചുള്ള ടോക്കുകൾ ഈ 16ാമത്തെ ദിവസം, അതായത് ഞായറാഴ്ച കഴിഞ്ഞുള്ള 16th ഡേയിൽ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിനെ സംബന്ധിച്ചുള്ള ടോക്സ് തുടങ്ങണമെന്നുള്ളതാണ് ധാരണയായിട്ടുള്ളത്. ഈ സെക്കൻഡ് സ്റ്റേജിലുള്ള ടോക്കിലാണ് ഇനി ബാക്കിയുള്ള മുഴുവൻ ഹോസ്റ്റേജസിനെയും ഫ്രീ ആക്കേണ്ടതും അതുപോലെ മിലിറ്ററി വിഡ്രോ ചെയ്യേണ്ടതും. അവിടെയാണ് കാര്യമായിട്ട് ക്ലാഷ് വരുന്നത്. ഹമാസിനെ പൂർണ്ണമായും തീർക്കാതെ, ഹമാസിനെ ഇല്ലാതാക്കാതെ ആ രീതിയിലൊന്നും മിലിറ്ററിയെ പിൻവലിക്കുകയില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് മുഴുവൻ ഇസ്രായേൽ പട്ടാളക്കാരും ഗാസ റീജിയനിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ ബന്ദികളെ വിട്ടുതരികയില്ല എന്നുള്ളത് ഹമാസിൻ്റെയും ആർഗ്യുമെൻ്റാണ്. അപ്പം ഈ ആർഗ്യുമെൻറ്റ് തമ്മിൽ സെക്കൻഡ് സ്റ്റേജിൽ 16ാമത്തെ ദിവസം കൂട്ടിമുട്ടും. ഈ 16ാമത്തെ ദിവസം ഈ ആർഗ്യുമെൻറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് തന്നെ 30 ഹോസ്റ്റേജസ് പുറത്തു വന്നിട്ടുണ്ടാവും. ഈ 30 ഹോസ്റ്റേജസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട താല്പര്യം അവിടെ തീരും. കാരണം അവരുടെ ഹോസ്റ്റേജസ്, അവരുടെ പൗരന്മാരെ പിടിയിലുള്ളവർ പുറത്തു വന്നിട്ടുണ്ടാവും. അപ്പം പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഏത് തരത്തിൽ പോകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ലെബനോണിൽ വെടിനിർത്തൽ ഉണ്ടായി. ലെബനോണിൽ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ, 60 ദിവസം അടുക്കാൻ പോകുന്നു. ഇതുവരെ ലെബനോൺ പട്ടാളം ആ റീജിയൻ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 60 ദിവസം കഴിയുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേലി പട്ടാളം അവിടെ തുടരുകയും ഹിസ്ബുള്ളയെ അവർക്ക് വേണ്ട വിധത്തിൽ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ട്രൂസും എവിടെ വരെ പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഇപ്പം 30 പേരെ കൊടുക്കുന്നു. മിക്കവാറും ജീവനുള്ളത് 30 ആണെങ്കിൽ പോലുമായിരിക്കും. അപ്പോൾ ഈ 100 എണ്ണത്തിൽ എത്ര പേര് ജീവനോടെ ഉണ്ട്, എത്ര പേര് ജീവനില്ലാതെ ശവമായിട്ട് ഇവരുടെ കയ്യിലുണ്ട്, ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഡെഡ് ബോഡി ഇവർ ആദ്യം കൈമാറ്റം ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എത്ര പേര് മരിച്ചു എന്ന് അറിയും എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ഇനി മരിച്ച ഡെഡ് ബോഡിയുടെ മേലെ ഇവരെന്തൊക്കെ അഭ്യാസം കാണിച്ചിട്ടുണ്ടെന്നുള്ളതും വേറെ വിഷയങ്ങളാണ്. അപ്പം ഈ സംഗതികളൊക്കെ ഈ കരാറിനെ ഗൗരവതരമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം വെടിനിർത്തൽ, ഒരു ദിവസത്തേക്കും വെടിനിർത്തുക എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയാണ്. കാരണം അവിടെ മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിശ്ചയമായും ഹമാസുകാരൻ കൂടാതെ നിരപരാധികളുമുണ്ട്. കാരണം ഹമാസുകാരൻ നിരപരാധികളെ മനുഷ്യകവചമായി വെച്ചുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ആ നിരപരാധികളുടെ മരണം ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായിട്ട് പറയുന്നത് ആർമി വിഡ്രോവലും റീകൺസ്ട്രക്ഷനും ഒക്കെയാണ്. ഇത് അവിടെ വരെ എത്താനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിന് മുമ്പ് തന്നെ ഈ ട്രൂസ് പൊളിയാനാണ് സാധ്യത. അപ്പോൾ ഇത് എന്തായാലും ശരി, ഇപ്പോൾ എത്തിയിടത്തോളം ഉള്ളത് നല്ലത്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 7-ാം തീയതി ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിൽ കടന്നു കയറി 1200-ലധികം മനുഷ്യരെ വധിക്കുകയും 250 ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തതുകൊണ്ട് ഹമാസ് എന്ത് നേടി എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഹമാസ് നേടിയത് ഗാസയിലുണ്ടായിരുന്ന 23 ലക്ഷം ആളുകളിൽ 20 ലക്ഷത്തിനെയും അഭയാർത്ഥിയാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്.
അവിടെ ഉണ്ടായിരുന്ന കൺസ്ട്രക്ഷൻസ്, അതായത് വീടുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ഇങ്ങനെ എന്ത് സാധനമാണോ ഉണ്ടായിരുന്നത് അതിൽ 80% ഇസ്രായേൽ ബോംബ് ചെയ്ത് തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. 46,000-ലധികം ആളുകൾ ഗാസയിൽ മരിച്ചു എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. അപ്പോൾ ഇതൊക്കെ ഇവർ ഗാസയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളാണെങ്കിൽ ലോകത്തിലെ ഒരുപാട് നേട്ടങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സാധനം തീർന്നുപോയി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സിറിയയിൽ നിന്ന് അസാദിനെ ജീവനം കൊണ്ട് ഓടേണ്ടി വന്നു. അതോടെ ഇറാഖും ലെബനോണും തമ്മിൽ ഈ ഭീകരന്മാരുണ്ടാക്കി വെച്ചിരുന്ന ഒരു പാലം, അതിൻ്റെ ഇടയ്ക്കുള്ള സിറിയയാണ്, ആ പാലം ഇല്ലാതെയായി. അതുകൊണ്ട് ഭീകരന്മാർക്ക് ഇനി അതിലേക്കൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. 3, സിറിയയുടെയും ലെബനോണിൻ്റെയും വലിയൊരു ഭൂപ്രദേശം ഇസ്രായേലിൻ്റെ കയ്യിൽ പെട്ടു എന്നുള്ളതാണ് വേറെ ഒരു നേട്ടം ഉണ്ടായത്. 4, ഇറാൻ്റെ നടുവും നട്ടലും ഒടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് 5ാമത്തെ നേട്ടം ഉണ്ടായിട്ടുള്ളത്. ഇറാനിയൻ പ്രസിഡന്റ് പെഷേസ്കിയാൻ പരസ്യമായി മിനിഞ്ഞാന്ന് പ്രഖ്യാപിച്ചു, ഇനി ഒരു ഭീകര സംഘടനയെയും ഇറാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറാൻ മര്യാദ പഠിച്ചു എന്നുള്ളതാണ് വേറൊരു സംഗതി. അപ്പോൾ ഇറാൻ മര്യാദ പഠിച്ചു എന്ന് മാത്രമല്ല, പെഷസ്കിയാൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഖമേനി പെട്ടിക്കകത്താണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ പെഷസ്കിയാൻ ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ മിഡിൽ ഈസ്റ്റിലെ വലിയ ചേഞ്ചസ്. അതായത് ഭീകരപ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നിർത്തുന്നു എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് ഇത് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഹമാസിൻ്റെ ഈ ആക്രമണം കൊണ്ടുണ്ടായ 1ാമത്തെ നേട്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഖത്തർ ആയിക്കൊള്ളട്ടെ, ഈജിപ്ത് ആയിക്കൊള്ളട്ടെ, ഒരു ഇസ്ലാമിക രാജ്യവും, ഇറാൻ അടക്കം ഒരു ഇസ്ലാമിക രാജ്യവും ഒരു ഭീകരപ്രവർത്തനത്തെയും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം സപ്പോർട്ട് ചെയ്താൽ അവരുടെ രാജ്യത്തിൻ്റെ കാര്യം പോക്കായിത്തീരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഖത്തറിനെ സംബന്ധിച്ച് ഖത്തറാണ് വാസ്തവത്തിൽ ഈ ഹമാസിനെ തീറ്റിപ്പോറ്റിയിരുന്നത്. ഇനി ഇവിടെ ഈ പാലസ്തീന റീജിയണിൽ റീകൺസ്ട്രക്ഷൻ വേണ്ടി വന്നാൽ നിശ്ചയമായും അത് ഖത്തറിൻ്റെ ചെലവിൽ തന്നെ ചെയ്യേണ്ടി വരും. ഖത്തറിൻ്റെ കാശ് നല്ലതുപോലെ ഒഴുകിപ്പോകും. അത് മിക്കവാറും ട്രംപിൻ്റെ കമ്പനിയാക്കി റീകൺസ്ട്രക്ട് ചെയ്യുന്ന ലാഭം മുഴുവൻ അവർ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇനി കാര്യങ്ങൾ വരാൻ പോകുന്നത്. നമുക്കിത് കണ്ടിരുന്ന് കാണാം.